യെസ്, വെൽക്കം ബാക്ക് ടു ദിശ അക്കാഡമി. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും മറ്റൊരു പുതിയ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ക്ലാസ്. അപ്പോൾ വരാനിരിക്കുന്ന SSC MTS പരീക്ഷയ്ക്കായി ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യാൻ പാകത്തിന് ഒരു 60-ഡേ പ്ലാൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി ക്ലാസ്സസ് ഉണ്ടാകും. അവ കൃത്യമായി ഫോളോ ചെയ്യുക, നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. സോ അപ്പം ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ നിങ്ങളിൽ പലരും സിലബസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടാകും അല്ലെ. അപ്പം എക്സാമിനോടടുത്ത ഈ ഒരു ഫേസിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് പരമാവധി ചോദ്യങ്ങൾ കണ്ടെത്തി അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡു ആസ് മെനി ക്വസ്റ്റ്യൻസ് ആസ് പോസിബിൾ ഫ്രം ഓൾ ദ സോഴ്സസ് യു ക്യാൻ ആക്സസ്. അപ്പം ആ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പരിചയവും കോൺഫിഡൻസും ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ വി ആർ ഗോയിങ് ടു ലേൺ സം ഇമ്പോർട്ടന്റ് ഗ്രാമർ റൂൾസ്. അതായത് SSC MTS ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളും മറന്നു പോകാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ചില ഗ്രാമർ നിയമങ്ങൾ. അപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് നിയമങ്ങളിലേക്ക് പോകാം. സോ ഓൺ ടു ദ സ്ക്രീൻ ദ ഫസ്റ്റ് റൂൾ, അത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദായുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, ഒരു ട്രോഫിയിൽ ഇതാ കാണുന്നുണ്ട്, ദാ എന്ന് പറഞ്ഞൊരു കൊടി നാട്ടിയിട്ടുണ്ട് അല്ലെ. യെസ്, അപ്പൊ ദായുടെ ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ നിയമം നമ്മളോട് പറയുന്നത് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവിന്റെ കൂടെ നിർബന്ധമായിട്ടും നമ്മൾ ഇവയെ ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല. സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവിന്റെ കൂടെ എന്ത് വേണം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ നിങ്ങൾ ചേർക്കണം. അപ്പൊ എന്താ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? ആ ഒരു നെയിം നമ്മൾ, ആ ഒരു ടേം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അഡ്ജക്റ്റീവ് അഥവാ മലയാളത്തിൽ പറഞ്ഞ വിശേഷണങ്ങൾ. നമ്മൾ മലയാളത്തിൽ മറ്റുള്ള ആൾക്കാർക്കും വസ്തുക്കൾക്കും ഒക്കെ വിശേഷിപ്പിക്കാൻ വേണ്ടി പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. സുന്ദരൻ, സുന്ദരി, ബുദ്ധിമാൻ അല്ലെ, ബുദ്ധി ഇല്ലാത്തവൻ, അങ്ങനെ പലതും പറയാറുണ്ട്. അപ്പം അത്തരത്തിൽ ഇംഗ്ലീഷിൽ മറ്റുള്ള വസ്തുക്കളെയും ആൾക്കാരെയും വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിശേഷണ പദങ്ങളെയാണ് എന്ത് വിളിക്കുക? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുക. ആ വിശേഷണ പദങ്ങൾക്ക് അല്ലെങ്കിൽ ആ അഡ്ജക്റ്റീവ്സിന് ഇംഗ്ലീഷില് 3 ഫോംസ് ഉണ്ട് പൊതുവെ. അതിലെ മൂന്നാമത്തെ ഫോംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുക. എല്ലാ അഡ്ജക്റ്റീവ്സിനും 3 ഫോംസ് ഉണ്ട്. അവയെ യഥാക്രമം പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്ന് വിളിക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസ് ഫോം എന്നാണ് അർത്ഥം കേട്ടോ. ബേസ് ഫോം അതായത് താരതമ്യം ഒന്നും ഉദ്ദേശിക്കാതെ അതിന്റെ സ്വാഭാവിക അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് എന്ത്? ബേസ് ഫോം അഥവാ പോസിറ്റീവ് ഫോം ഉപയോഗിക്കുക. 2 വസ്തുക്കളെ പരസ്പരം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഫോം യൂസ് ചെയ്യുക? കമ്പാരിറ്റീവ് ഫോം യൂസ് ചെയ്യുക. 2-ലധികം വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ സൂപ്പർലേറ്റീവ് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു കൂട്ടത്തിൽ ഏറ്റവും മികച്ചത്, ഏറ്റവും കുറവ് എന്നൊക്കെ പറയുമ്പോഴാണ് ഈ മൂന്നാമത്തെ കോളത്തിലെ അഡ്ജക്റ്റീവ്സ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പൊ ചെറിയ അഡ്ജക്റ്റീവ് ആണെങ്കിൽ, ഇപ്പൊ കോൾഡ്, ടോള് പോലുള്ള ഒരു സിലബിൾ ഒക്കെയുള്ള ചെറിയ അഡ്ജക്റ്റീവ് ആണെങ്കിൽ ഒരു ER ചേർത്താൽ കമ്പാരിറ്റീവും EST ചേർത്താല് സൂപ്പർലേറ്റീവും കിട്ടും. ഇനി താരതമ്യേന വലിയ അഡ്ജക്റ്റീവ് ആണെങ്കിൽ അവിടെ നമ്മൾ 2 എക്സ്ട്രാ വാക്കുകൾ ചേർത്തിട്ടാണ് യഥാക്രമം കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ആക്കുക. അപ്പം ബ്യൂട്ടിഫുൾ താരതമ്യേന ഇതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള അഡ്ജക്റ്റീവ് ആണ് അല്ലെ. അപ്പൊ അതിന് നേരെ കമ്പാരിറ്റീവ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു മോർ ആഡ് ചെയ്തു. മോർ ബ്യൂട്ടിഫുൾ. അടുത്തത് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് എങ്ങനെ പറയും? മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥ വ്യത്യാസം എങ്ങനെയാണ് വരിക? കോൾഡ് തണുപ്പുള്ള, കോൾഡർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തണുപ്പുള്ള, കോൾഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും തണുപ്പുള്ള, കണ്ടോ, ഏറ്റവും എക്സ്ട്രീം ഉള്ള ഒരു സാധനമാണിത് സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ അല്ലെ, നീളമുള്ള, കുറച്ചും കൂടി നീളമുള്ള, അതായത് 2 വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഫോം യൂസ് ചെയ്യുന്നത്. ഇനി ഏറ്റവും നീളമുള്ള എങ്ങനെ പറയും? ടോളസ്റ്റ്. ടോളസ്റ്റ് മൗണ്ടൻ എന്നൊക്കെ ജോഗ്രഫിയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? യെസ്, അപ്പൊ സൂപ്പർലേറ്റീവ് ഫോം. അപ്പം ഈ സൂപ്പർലേറ്റീവ് ഫോം ഇപ്പം വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ ഇതിനെ നമ്മൾ ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല. കേവലം കോൾഡസ്റ്റ്, ടോളസ്റ്റ് എന്ന് പറയരുത്. നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യണം? ആർട്ടിക്കിൾ ദ ഡെഫിനിറ്റ് ആയിട്ടും ആഡ് ചെയ്യണം. ദ കോൾഡസ്റ്റ്, ദ ടോൾഡസ്റ്റ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നൊക്കെയാണ് പറയുക. അപ്പം എന്റെ സ്കൂളിലെ ഏറ്റവും മികച്ച ഗായിക അവളാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പറയരുത്, ഷീ ഈസ് ബെസ്റ്റ് സിംഗർ ഇൻ അവർ സ്കൂൾ എന്ന് പറയരുത്. അത് തെറ്റാണ്. കാരണം എന്താ? ബെസ്റ്റ് നമുക്കറിയാം ഏറ്റവും മികച്ചതിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ബെസ്റ്റിന്റെ കൂടെ എന്ത് വേണം? ദ ബെസ്റ്റ് എന്ന് ചേർക്കണം. അപ്പൊ എങ്ങനെ പറയാ? ഷീ ഈസ് ദ ബെസ്റ്റ് സിംഗർ ഇൻ അവർ സ്കൂൾ, നോട്ട് ബെസ്റ്റ് ബട്ട് ദ ബെസ്റ്റ്. ഓക്കെ, കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നോക്കൂ, ഹി ഈസ്
ദ ബെസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ദ ക്ലാസ്. ആ ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി അവനാണ്. മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹൈയസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. അപ്പൊ ഉയരം കൂടിയ എന്ന അർത്ഥത്തിൽ ദ ഹൈയസ്റ്റ്. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കുക, ഇത് കൂട്ടിയിട്ടാണ് പറയുക. ദ ഹൈയസ്റ്റ്, ദ ബെസ്റ്റ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പെയിന്റിംഗ് ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പെയിന്റിംഗ്. കണ്ടോ, ഏറ്റവും അറ്റത്തെ ഫോം, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇപ്പൊ ഒന്നാമത്തെ നിയമം നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ നിയമം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? രണ്ട് വാക്കുകളെ പ്രത്യേകം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വാക്കുകളാണ് എവരിയും ഈച്ചും. ഈ എവരിയും ഈച്ചിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാലേ നമ്മളൊക്കെ പോലെ തന്നെയാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും സിംഗിൾസ് ആയിരിക്കുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ എവരിയും ഈച്ചും ആരാണ്? സിംഗിൾസ് ആണ്. അതായത് ഏകവചനമായിട്ടാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ പരിഗണിക്കുന്നത്, സിംഗുലർ ആയിട്ട്. അപ്പം എവരിയും ഈച്ചും സിംഗുലർ ആയതല്ലെങ്കിൽ സിംഗിൾസ് ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ സിംഗിൾസ് ആയാൽ നമ്മുടെ കൂട്ടുകാരും പ്രോബബ്ലി എന്തായിരിക്കും? സിംഗിൾസ് ആയിരിക്കും അല്ലെ? നമ്മളൊരു ഗ്രൂപ്പിനകത്തൊക്കെ പെടുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരും പ്രോബബ്ലി സിംഗിൾസ് ആയിരിക്കും. അപ്പം ഇവന്മാര് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇവന്മാരുടെ കൂടെ ആരെ നമ്മൾ ഉപയോഗിച്ചാലും അവരും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പം എവരിയും ഈച്ചും തുടക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഒരു നാമം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അവിടെ പ്ലൂരലിന് സ്ഥാനമില്ല. നോക്കിക്കേ, ഈച്ച്, എവരി സ്റ്റുഡന്റ്, ഈച്ച് ബോയ്, എവരി ടീച്ചർ. വി ഡു നോട്ട് സേ എവരി ടീച്ചേഴ്സ്. കാരണം എന്താണ്? ഇത് സിംഗുലർ ആയതുകൊണ്ട് ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണ് ഒരുമിച്ചിരിക്കുക. അത് ഗ്രാമറിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മുടെ സൗഹൃദങ്ങളിൽ മാത്രമല്ല, ഗ്രാമറിലും അങ്ങനെ തന്നെയാണ്. ഒരേ സ്വഭാവമുള്ളവർ ഒരുമിച്ച് പോകും. അപ്പൊ നോക്കിയാൽ ഈച്ച് സിംഗുലർ. ഇവിടെ ചിൽഡ്രൻ എന്ന് പറയാൻ പറ്റില്ല, ചൈൽഡ്. എവരി കാർ, നോട്ട് എവരി കാർസ്. അടുത്തത് ഈച്ച് ഫ്ലവർ. കണ്ടോ, അപ്പം ഈച്ച്, എവരി, അതിനുശേഷം സിംഗുലർ നൗൺ. ഈ മൊത്തം യൂണിറ്റ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരുടെ കൂടെ വരുന്ന വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈച്ച്, എവരി, സിംഗുലർ നൗൺ. ഈ ഒരു യൂണിറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർബ് എന്തായിരിക്കും? എപ്പോഴും സിംഗുലർ ആയിരിക്കും. നിങ്ങൾ നോക്കിയേ, എവരി സിംഗുലർ, അതിന്റെ കൂടെ സിംഗുലർ നൗൺ വന്നു. ഉപയോഗിക്കുന്ന വെർബ് കണ്ടോ? ഈസ് ആണ്. സിംഗുലർ വെർബേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്താ സിംഗുലർ വെർബ് എന്ന് പറഞ്ഞ? ക്രിയയുടെ ബേസ് ഫോമിനോട് എസ്ഒ ഇഎസ്ഒ ചേർക്കുമ്പോഴാണ് എന്ത്? സിംഗുലർ വെർബ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ റൺസ്, ഗോസ്, എക്സെട്ര. അതേപോലെ നമ്മുടെ ഓക്സിലറി വെർബിലും കൃത്യമായ സിംഗുലറും പ്ലൂരലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈസ് സിംഗുലർ ആണ്, ആറാണ് അതിന്റെ പ്ലൂരൽ. വാസ് സിംഗുലർ ആണ്, വേറെ ആണ് അതിന്റെ പ്ലൂരൽ. ഹാസ് സിംഗുലർ ആണ്, ഹാവ് ആണ് അതിന്റെ പ്ലൂരൽ. ഡസ് സിംഗുലർ ആണ്, സോറി ഡു ആണ് അതിന്റെ പ്ലൂരൽ. അപ്പം എസ് ഭാഗമായിട്ടുള്ള എല്ലാ ക്രിയാരൂപങ്ങളും സിംഗുലർ ആണ്. ഞാൻ എക്സ്ട്രാ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇവിടെ നോക്കിയേ, ഈച്ച് ബോയ് ഉണ്ടോ, ഹാസ് കൊടുത്തു. ഇനി എവരി സ്റ്റുഡന്റ് ലൈക്സ്. അവിടെ ലൈക്ക് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് സിംഗുലർ ആയതുകൊണ്ട് ഇതിനെയും സിംഗുലർ ആക്കണം. ഈച്ച് ബോയ് സിംഗുലർ ആണ്, അതുകൊണ്ട് റണ്ണിന്റെ കൂടെ എന്ത് കൂടി ചേർത്തു? എസും കൂടി ചേർത്ത് സിംഗുലർ ആയിട്ടാണ് അവിടെ നിലനിർത്തിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലായി അല്ലേ? ഓക്കെ, റൂൾ നമ്പർ 3 നമുക്കറിയാം, മെനിയും മച്ചും നമ്മൾ നിരവധിയായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അളവിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് കരുതി എല്ലാ നാമങ്ങളുടെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് കൃത്യമായ ഒരു നിയമമുണ്ട്. ഇവിടെ നോക്കിയേ, മെനി ഉപയോഗിക്കും ആരുടെ കൂടെയാണെന്നറിയോ? കൗണ്ടബിൾ നൗൺസ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണോ, അതിന്റെ എണ്ണം കാണിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മെനി ഉപയോഗിക്കാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? മച്ച് എന്നുള്ളത്. മച്ചും എമൗണ്ട് കാണിക്കാനാണ്. മെനി നമ്പർ ആണ് കാണിക്കുന്നതെങ്കിൽ മച്ച് എന്താണ്? എമൗണ്ട് ആണ് കാണിക്കുന്നത്. അതായത് എണ്ണാൻ പറ്റാത്ത നാമങ്ങളില്ലേ, അൺകൗണ്ടബിൾ നൗൺസ്, അതിന്റെ കൂടെ മാത്രമേ ആരും ഉപയോഗിക്കത്തുള്ളൂ? മച്ച്. ഫോർ എക്സാമ്പിൾ ഇപ്പം ആപ്പിൾ, 1 ആപ്പിൾ, 2 ആപ്പിൾസ്, 3 ആപ്പിൾസ് കൗണ്ടബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മെനി ആപ്പിൾസ് എന്ന് പറയാം. ബുക്ക് കൗണ്ടബിൾ അല്ലേ? 1 ബുക്ക്, 2 ബുക്സ്, 3 ബുക്സ്, 4 ബുക്സ്. അപ്പൊ മെനി ബുക്സ് എന്ന് പറയാം. പക്ഷെ വാട്ടർ, മെനി വാട്ടർ എന്ന് പറയോ? ഇല്ല, കാരണം വാട്ടർ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. വാട്ടർ ഈസ് ആൻ അൺകൗണ്ടബിൾ നൗൺ. അപ്പൊ നമുക്ക് എന്താ വാട്ടറിന്റെ ക്വാണ്ടിറ്റി കാണിക്കാൻ എന്ത് പറയണം? മച്ച് വാട്ടർ, നോട്ട് മെനി വാട്ടർ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ കൗണ്ടബിൾ ആണെങ്കിൽ മെനി, അൺകൗണ്ടബിൾ ആണെങ്കിൽ മച്ച്. ഓക്കെ, കുറച്ച് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. വി ഡോണ്ട് ഹാവ് മച്ച് മിൽക്ക് ലെഫ്റ്റ് ഇൻ ദ ഫ്രിഡ്ജ്. അപ്പൊ ഫ്രിഡ്ജില്
നമ്മുടെ പക്കൽ അത്ര മിൽക്ക് ഇല്ല, അത്ര അളവിലുള്ള മിൽക്ക് ഇല്ല എന്നാണ് കാണിക്കുന്നത്. വി ഡോണ്ട് ഹാവ് മച്ച് മിൽക്ക്. അപ്പം മിൽക്ക് എന്നുള്ളത് അൺകൗണ്ടബിൾ, UC സ്റ്റാൻഡ്സ് ഫോർ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ മച്ച് കൊടുത്തു. ഇനി ഷീ ഹാസ് മെനി ഫ്രണ്ട്സ് ഇൻ ഹർ സ്കൂൾ. അവളുടെ സ്കൂളിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ അല്ലേ? 1 ഫ്രണ്ട്, 2 ഫ്രണ്ട്സ്, 3 ഫ്രണ്ട്സ് അല്ലേ? ഒരുപാട് പേര് ചുറ്റും നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോ ഒരുപാടുള്ളത് കൊണ്ട് മെനി ഫ്രണ്ട്സ്, അവിടെ മച്ച് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. റൂൾ നമ്പർ 4, ഒരിക്കലും ഒരു സെന്റൻസിൽ ഡബിൾ നെഗറ്റീവ്സ് ഉപയോഗിക്കരുത്. അർദ്ധരാത്രിക്ക് നിങ്ങൾക്ക് സൂര്യനെയും ചന്ദ്രനെയും ഒരുമിച്ച് കാണാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ ഇമ്പോസിബിൾ ആണ് ഒരു സെന്റൻസിൽ 2 നെഗറ്റീവ് വാക്കുകൾ വരിക എന്നുള്ളത് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ നാലാമത്തെ നിയമം എന്ന് പറയുന്നത്. ഒരു നെഗറ്റീവ് മാത്രം മതി. നെഗറ്റീവ് മീനിങ് ആക്കുക ആണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഒരു നെഗറ്റീവ് വേർഡ് മാത്രം ഉപയോഗിച്ചാൽ മതി. നമ്മൾ എക്സ്ട്രാ ഒരു പഞ്ച് കിട്ടാൻ വേണ്ടി രണ്ടാമത്തെ ഒരാളെ കൂടി യൂസ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇംഗ്ലീഷിലെ കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാം അർത്ഥം നെഗറ്റീവ് ആണ്. അപ്പൊ ഇവന്മാരൊരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ സെന്റൻസ് എൻറ്റയർലി നെഗറ്റീവ് ആയെന്നാണ്. നമ്മളൊരു ചീഞ്ഞ തക്കാളി ഒരു തക്കാളി കൊണ്ടേ വെച്ചിട്ടുണ്ടെങ്കിലേ നല്ല തക്കാളിയും കൂടി കേടായി പോകും. അതേപോലെ തന്നെയാണ് ഇവരുടെ കാര്യം. ഇവരെ ഏതെങ്കിലും ഒരു സെന്റൻസ്, നല്ല പോസിറ്റീവ് അർത്ഥമുള്ള ഒരു സെന്റൻസ് കൊണ്ടുവച്ചാൽ നെഗറ്റീവ് ആയി പോകും. കാരണം ഇവ ഇൻഹെറന്റ്ലി നെഗറ്റീവ് ആണ്. ഓക്കെ, ഏതൊക്കെയാ? നോ, നോട്ട്, നെവർ, നത്തിങ്, നോബഡി, നോ വൺ, നൈദർ, നോവെയർ, ഹാർഡ്ലി, സ്കേർസ്ലി, ബെയർലി, സെൽഡം, വിത്തൗട്ട്, നൺ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സെന്റൻസിൽ ഇതിൽ നിന്നുള്ള 2 ആൾക്കാർ ഒരുമിച്ച് വരരുത്. ഏതെങ്കിലും ഒരാൾ മാത്രം മതി. അപ്പൊ അതെങ്ങനെയാണ് ഈ 2 ആൾക്കാർ ഒരുമിച്ച് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയ തെറ്റായിട്ടുള്ള 2 സെന്റൻസ് ആണ്. അതിനെ അതേപടി കറക്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ഉള്ളത്. നോക്കിയേ, ഐ ഡു നോട്ട് നോ നത്തിങ്. നമുക്കറിയാം നോട്ട് നെഗറ്റീവ് ആണ്, ഈ നത്തിങ് നെഗറ്റീവ് വൈബുള്ള ഒരാളാണ്. രണ്ടുപേരും ഒരുമിച്ച് വരില്ല. ഇവിടെ എന്താ പ്രശ്നം? കനോട്ട്, ഇവിടെ നോട്ട് വന്നിട്ടുണ്ട്, നെഗറ്റീവ് ആണ്. ഹാർഡ്ലി എന്ന് പറഞ്ഞു, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കൂട്ടം വാക്കുകളിൽ ഒരാളാണ് ഹാർഡ്ലി, അത് നെഗറ്റീവ് അല്ലേ? ഇപ്പൊ 2 നെഗറ്റീവ് വന്നു. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ റീഫ്രൈസ് ചെയ്യാം? ഇവിടെ നത്തിങ് എന്നുള്ളതിനെ എനിത്തിങ് എന്ന് കൊടുത്താൽ മതി, അതൊരു പോസിറ്റീവ് വാക്കാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോട്ട് മാത്രമായിട്ട് അവശേഷിക്കും, സിംഗിൾ നെഗറ്റീവ്. ഐ ഡോണ്ട് നോ എനിത്തിങ്, എനിക്ക് ഒന്നും അറിയില്ല. ഓക്കെ, അടുത്തത് ഷീ ക്യാൻ ഹാർഡ്ലി വാക്ക്. ഹാർഡ്ലി ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്തായി? നെഗറ്റീവ് അർത്ഥമായി. അതായത് അവർക്ക് തീരെ നടക്കാൻ വയ്യ, കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മൾ ഷീ കനോട്ട് വാക്ക് എന്നും പറയാം കേട്ടോ. ഇവിടെ ഒന്നെങ്കിൽ ക്യാനിനെ നിലനിർത്തിയിട്ട് ഹാർഡ്ലീനെ പുറത്താക്കുക, അല്ലെങ്കിൽ ഹാർഡ്ലീനെ നിലനിർത്തിയിട്ട് നോട്ടിനെ പുറത്താക്കുക. അതായത് ഷീ കൻ ഹാർഡ്ലി വാക്ക് എന്ന് പറഞ്ഞാലും ഷീ കനോട്ട് വാക്ക് എന്ന് പറഞ്ഞാലും രണ്ടും ശരിയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡബിൾ നെഗറ്റീവ്സ് ആർ നോട്ട് അപ്രീഷിയേറ്റഡ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭൂതകാലത്ത് കഴിഞ്ഞ 2 കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക, പണ്ട് കാലത്ത് കഴിഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പറയണം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആദ്യം നടന്ന പ്രവർത്തനം, അതായത് ഏറ്റവും ആദ്യം നടന്ന പ്രവർത്തനം നിങ്ങൾ ഏത് ടെൻസിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന ടെൻസിൽ പറയണം. രണ്ടാമത് അതിന് ശേഷം നടന്ന പ്രവർത്തനം സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതി. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. 2 പ്രവർത്തനം കഴിഞ്ഞു. ഓക്കെ, അത് നിങ്ങൾക്ക് പറയണം, കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ആദ്യം നടന്ന പ്രവർത്തനം ഈ ഒരു ഫോർമാറ്റില് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന ടെൻസിൽ എഴുതുക. ഏതാ ഫോർമാറ്റ്? സബ്ജക്റ്റ് വേണം, നടുക്കൊരു ഹാഡ് വേണം, ക്രിയയുടെ 3ാമത്തെ രൂപം. ഈ 3 കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന ടെൻസ് കിട്ടും. അപ്പൊ ഈ ടെൻസിലാണ് നമ്മൾ ആദ്യം നടന്ന കാര്യത്തെ പറയേണ്ടത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിന് ശേഷം നടന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ക്രിയയുടെ 2ാമത്തെ രൂപം വെച്ച് ചേർത്ത് വെച്ചാൽ കിട്ടുന്ന സിമ്പിൾ പാസ്റ്റ് എന്ന ടെൻസിൽ പറയുക. ആദ്യം നടന്ന കാര്യത്തിന് ശേഷം നടന്ന കാര്യം പറയുമ്പോൾ. ഓക്കെ, യെസ്. അപ്പൊ ഇതൊന്ന് നമുക്ക് ഒരു സെന്റൻസിൽ എങ്ങനെ വരുന്നത് നോക്കിയാലോ. നോക്കിയേ, ഐ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ബിഫോർ ദ ട്രെയിൻ അറൈവ്ഡ്. ഇപ്പൊ ട്രെയിൻ വന്നതിന് മുന്നേ ഞാൻ പോയിരുന്നു. അപ്പൊ ആദ്യം നടന്ന പ്രവർത്തനം ഏതാ? ഞാൻ പോയതല്ലേ, ഞാൻ പോയതിന് ശേഷമല്ലേ ട്രെയിൻ വന്നത്. ഞാൻ ട്രെയിൻ എത്തിയതിന് മുന്നേ ഞാൻ സ്ഥലം വിട്ടിരുന്നു അല്ലെ. ഐ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഇതാണ് ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാ ഞാൻ പറഞ്ഞിരിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റിലാണ്. ആ പറഞ്ഞ ആൾക്കാരുണ്ടോ എന്ന് നോക്കിയേ. സബ്ജക്റ്റ് ഐ ആണ്, ഞാനാണല്ലോ പ്രവൃത്തി ചെയ്യുന്നത്. സബ്ജക്റ്റ് ഹാഡ് വന്നു,
ക്രിയയുടെ മൂന്നാമത്തെ രൂപം. ഇനി ബിഫോർ എന്ന് പറഞ്ഞാൽ മുന്നേ എന്നാണ് അർത്ഥം കേട്ടോ, മുന്നേ. ഓക്കെ, രണ്ടാമത്തെ പ്രവർത്തനമാണ് ട്രെയിൻ വന്നത്. അത് കണ്ടോ, സബ്ജക്റ്റ് പ്ലസ് V2 കണ്ടോ, സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ ഒരു നിയമം നമ്മൾ കൃത്യമായിട്ട് എൻഷുർ ചെയ്യണം കേട്ടോ. പലപ്പോഴും പല ആൾക്കാർ തെറ്റിക്കാറുണ്ട്. ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ടും സിമ്പിൾ പാസ്റ്റിൽ അങ്ങ് എഴുതി കളയും. അങ്ങനെയല്ല, കുറച്ചും കൂടി ഗ്രാമാറ്റിക്കലി ആക്യുറേറ്റ് ഇങ്ങനെ എഴുതുന്നതാണ്. നോക്കിയേ, ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് ബിഫോർ ഷീ വെന്റ് ഔട്ട് ടു പ്ലേ. അവൾ കളിക്കാൻ പോയതിന് മുന്നേ അവൾ എന്ത് ചെയ്തിരുന്നു? അവൾ മിടുക്കിയായിരുന്നല്ലേ, അവൾ ഹോംവർക്ക് ചെയ്ത് തീർത്തിരുന്നു. അപ്പൊ ദ ഫസ്റ്റ് ആക്ഷൻ വാസ് ഡൂയിങ് എ ഹോംവർക്ക്. അത് ഞാൻ എന്തിൽ പറഞ്ഞു? ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് എന്നതിൽ പറഞ്ഞു. ഓക്കെ, കണ്ടോ, കൃത്യമായിട്ട് കാണാം. സബ്ജക്റ്റ് ഹാഡ്, പിന്നെ V3 പാസ്റ്റ് പെർഫെക്റ്റ് പറഞ്ഞു. ഇനി രണ്ടാമത് നടന്ന കാര്യം സബ്ജക്റ്റ് പ്ലസ് V2 എന്ന അർത്ഥത്തിലുള്ള സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു. ഇനി ഹി ഹാഡ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോ? വെൻ ഹിസ് ഫ്രണ്ട് അറൈവ്ഡ്. അതായത് ഫ്രണ്ട് വന്നപ്പോ തന്നെ അവൻ എന്തായിരുന്നു? അവൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് എത്തിയപ്പോ തന്നെ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ആക്ഷൻ, ഇതാണ് സെക്കൻഡ് ആക്ഷൻ. ഇത് പാസ്റ്റ് പെർഫെക്റ്റിലും മറ്റേത് സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മൾ 5 നിയമങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ഇതിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് എനിക്ക് മനസ്സിലാകണ്ടേ? ഒരു ചെറിയൊരു വർക്ക്ഷീറ്റ് പോലെ നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ ക്വസ്റ്റ്യൻസ് തരും. അപ്പൊ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓർത്തെടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ മൂവിങ് ഓൺ ടു ദ വർക്ക്ഷീറ്റ്. ഒരു 5 ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, 5 നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എവറി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് were eager to participate in the competition. Every student നമ്മൾ പഠിച്ചു അല്ലെ, എവറി സിംഗുലർ ആണ്. ഇപ്പം ഒരേ സ്വഭാവമുള്ളവർ ഒരുമിച്ച് വരുന്നതുകൊണ്ട് സ്റ്റുഡൻസ് എന്ന് പറയില്ല, അത് തെറ്റാണ്. നമ്മൾ എന്ത് മാത്രം പറഞ്ഞാൽ മതി? സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഈ എൻറ്റയർ യൂണിറ്റ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ വരുന്ന വെർബും എന്തായിരിക്കണം? സിംഗുലർ ആവണ്ടേ. അപ്പം എസ് ചേർന്നിരിക്കുന്ന ക്രിയാരൂപമാകണ്ടേ. അപ്പം വേറെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, ചവിട്ടി അങ്ങോട്ട് മാറ്റിയിടുക. ആരാണ് വേണ്ടത്? വാസ്. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയി. എവറി സ്റ്റുഡന്റ് was eager to participate in the competition and our sentences become grammatically correct. ഇനി I did not see nobody waiting at the stop. ഇവിടെ ഒരു നോട്ട് ഉണ്ട്, ഇവിടെ ഒരു നോബഡി ഉണ്ട്. രണ്ടും നെഗറ്റീവ് ആണ്. നമ്മൾ പറഞ്ഞു രണ്ട് നെഗറ്റീവ്സ് വരുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് ഒരു നെഗറ്റീവ് മാത്രം മതി. ഞാനിപ്പോ എന്ത് ചെയ്തെന്നറിയോ? നോട്ട് അവിടെ തന്നെ നിൽക്കട്ടെ. നമുക്ക് ഈ നോബഡീനെ മാറ്റിയിട്ട് പകരം അവിടെ എനിബഡി എന്ന് ചേർത്താ പോരെ. എനിബഡി ഒരു പോസിറ്റീവ് ടേം അല്ലേ, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ആര് മാത്രമായിട്ട് ശേഷിച്ചു? ഈ നോട്ട് എന്ന് പറഞ്ഞ നെഗറ്റീവ് മാത്രമായി ശേഷിച്ചു. ഇപ്പൊ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സെന്റൻസ് കറക്റ്റ് ആയി. ഇനി അടുത്തത് ഷീ ഡാഷ് ലഞ്ച്. ലഞ്ച് കഴിച്ചു എന്നാണ് പറയേണ്ടത്. ബിഫോർ ഷീ ലൈബ്രറിയിലേക്ക് പോകുന്നതിന് മുന്നേ. ഇവിടെ നമുക്ക് ഇവിടെ ഒരു കീവേഡ് കിട്ടിയിട്ടുണ്ട്, മുന്നേ. അപ്പൊ ലൈബ്രറിയിലേക്ക് പോകുന്നതിന് മുന്നേ ആണ് ലഞ്ച് കഴിച്ചത്. അപ്പൊ ഫസ്റ്റ് ആക്ഷൻ ഏതാ? ലഞ്ച് കഴിക്കുക എന്നുള്ളതാണ്. അതിൽ ഏത് പറയണമെന്നാ പഠിപ്പിച്ചത്? പാസ്റ്റ് പെർഫെക്റ്റ് പറയണം. അപ്പൊ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇത് ഫസ്റ്റ് ആക്ഷൻ ആണ്, ആദ്യം നടന്ന പ്രവർത്തനം ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വെച്ചു? ഹാഡ് പ്ലസ് ഈറ്റൺ. ഷീ ഹാഡ് ഈറ്റൺ ദ ലഞ്ച് ബിഫോർ. ഇവിടെ ലെഫ്റ്റ് മാത്രം മതി, കാരണം ഇത് സെക്കൻഡ് ആക്ഷൻ ആണല്ലോ. അത് സബ്ജക്ട് പ്ലസ് V2 അഥവാ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ലെഫ്റ്റ് മാത്രം മതി, ആഡ് ലെഫ്റ്റ് വേണ്ട. ഓക്കെ, യെസ്. അടുത്തത് there are much books. Do we say much books? ബുക്സ് കൗണ്ടബിൾ അല്ലേ? കൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ അളവ് സൂചിപ്പിക്കാൻ മച്ച് അല്ല, we use many. There are many books on the table. ഇനി this is most exciting movie I've ever watched in my life. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സിനിമ. അങ്ങനെ ഏറ്റവും മികച്ചത് എന്ന് പറയുമ്പോൾ സൂപ്പർലേറ്റീവിനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പാടുണ്ടോ? ഇല്ല. അതിന്റെ കൂടെ ആരെ നമ്മൾ കൂട്ടുകൊടുക്കണം? ദായെ കൊടുക്കണം. നമ്മൾ മോസ്റ്റ് എക്സൈറ്റിംഗ് മൂവി എന്നല്ല പറയേണ്ടത്, അതിന്റെ ഇവിടെ ദ ചേർക്കണം. ദ മോസ്റ്റ് എക്സൈറ്റിംഗ് മൂവി എന്നാണ് പറയേണ്ടത്. അപ്പോഴാണ് അതിന്റെ അർത്ഥം പൂർണ്ണമാവുക. ഓക്കെ, യെസ്. അപ്പം ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ട നിയമങ്ങൾ കൃത്യമായി എന്ന് വിചാരിക്കുകയാണ്, ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദ കോമെന്റ്സ് and I will be answering to your queries. Okay, so thank you. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാപ്പി ലേണിംഗ്.